ഇടുക്കി രൂപത മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഫെസ്തും വെർബി വചന മഹാസംഗമം വിശ്വാസത്തിൻ്റെ ഉജ്ജ്വല സാക്ഷ്യമായി മാറി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ബൈബിൾ കൈയെഴുത്ത് മത്സരത്തിന് രൂപത മാതൃവേദി നേതൃത്വം നൽകുന്നു. ഓരോ വർഷവും ഇതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം 2000-ഓളം പേരാണ് ബൈബിൾ കൈയെഴുത്തിൽ പങ്കാളികളായത്. കുട്ടികളും യുവജനങ്ങളും പുരുഷന്മാരും സ്ത്രീകളും വൃദ്ധരുമൊക്കെ ഇതിൽ ഉൾപ്പെടും. ശാരീരിക വൈകല്യമുള്ളവരും ഈ വർഷം ബൈബിൾ സ്വന്തം കൈപ്പടയിൽ എഴുതാൻ ശ്രമിച്ചു എന്നതും ഈ വർഷത്തെ പ്രത്യേകതയാണ്. വ്യത്യസ്തമായ നിയോഗങ്ങളോടെ ബൈബിൾ എഴുതി ദൈവപരിപാലന അനുഭവിച്ചവർ നിരവധിയാണ്. ബൈബിൾ കൈയെഴുത്തിൽ പങ്കെടുത്തവരുടെ ഈ സംഗമം അവിസ്മരണീയമായി. തങ്ങൾ സ്വന്തമായി പകർത്തി എഴുതിയ ബൈബിളുമായി എത്തിച്ചേർന്ന നൂറുകണക്കിന് ആളുകൾ 1000 ഏക്കർ സെൻറ്റ് തോമസ് പള്ളിയിൽ നിന്നും ഭക്തിപൂർവ്വം പ്രദക്ഷിണമായി ബിഷപ്പിനോടൊപ്പം സമ്മേളന വേദിയിലെത്തി. എഴുതിയ ബൈബിൾ പ്രതിഷ്ഠിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ സമർപ്പിച്ച് അവർ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചു. ബൈബിൾ പ്രതിഷ്ഠയ്ക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ നേതൃത്വം നൽകി. ഇടുക്കി രൂപതയ്ക്ക് വലിയ അഭിമാനകരമായ, അതിലേറെ അനുഗ്രഹപ്രദമായ നിമിഷങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയത്. ഇടുക്കി രൂപതയിൽ അംഗങ്ങളായ 2000-ഓളം പേർ, അതിൽ ഭൂരിഭാഗവും അമ്മമാരും കുറേ അപ്പച്ചന്മാരും കുഞ്ഞുങ്ങളും ബൈബിൾ കൈകൾ കൊണ്ട് എഴുതി അവർ വലിയൊരു സുവിശേഷ പ്രഘോഷണത്തിൽ ഭാഗഭാക്കുകളായി. അതിലേറെ വലിയ ദൈവാനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വലിയ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഒക്കെ അനുഭവിച്ച വലിയ സാക്ഷ്യങ്ങൾ ആണ് നമ്മൾ കേട്ടതും കണ്ടതുമൊക്കെ. ഈ ദിവസം ഇടുക്കി രൂപത മാതൃവേദിയുടെ അഭിമാനത്തിൻ്റെ ദിവസമായിരുന്നു. തുടർന്ന് നടന്ന സമ്മേളനം രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കേൾക്കുകയും അറിയുകയും എഴുതുകയും ചെയ്ത വചനത്തെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. അമ്മമാരെല്ലാം തന്നെ പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തിയുള്ള അമ്മമാരാണ്. നിങ്ങൾ കരങ്ങൾ കൊണ്ട് ബൈബിൾ എഴുതി, ഉദരം കൊണ്ട് നിങ്ങൾ മക്കൾക്ക് ജന്മം കൊടുക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിന് ഈശോയെ പകരുന്ന വ്യക്തികളായിട്ട് ഓരോ ദിനവും വളർന്ന് വരണം. പങ്കെടുത്തവരെയെല്ലാം അദ്ദേഹം സഭയുടെ നാമത്തിൽ അഭിനന്ദിച്ചു. രൂപതാ പ്രസിഡന്റ് ഷേർലി ജൂഡി അധ്യക്ഷത വഹിച്ചു. ഫാദർ റോയ് കണ്ണഞ്ചിറ മുഖ്യപ്രഭാഷണം നടത്തുകയും CMI മൂവാറ്റുപുഴ പ്രൊവിൻസുമായി ചേർന്ന് നടത്തിയ വചനക്കൊയ്ത്ത് മത്സരത്തിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. വരും നാളുകളിലും വചനം ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനുമുള്ള വ്യത്യസ്തമായ പദ്ധതികൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കുമായി ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുമെന്നും ബിഷപ്പ് പറഞ്ഞു. വചനത്തോടുള്ള സമ്പർക്കം വിശ്വാസത്തിലും ആത്മീയതയിലുമുള്ള വളർച്ചയുടെ പ്രകടമായ അടയാളമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മാതൃവേദി രൂപത ഡയറക്ടർ ഫാദർ ജോസ് കാരിക്കൂട്ടത്തിൽ, സിസ്റ്റർ ട്രീസ SH, ആഗ്നസ് ബേബി, ഫാദർ ജോർജ് കരിവേലിക്കൽ, ഫാദർ ജിൻസ് കാരക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി.